ഷഹബാസിൻ്റെ ഉമ്മയെയും വാപ്പയെയും കുടുംബത്തെയും കാണാനും ഒന്ന് ആശ്വസിപ്പിക്കാനും മമ്മൂട്ടി. ഷഹബാസ് നമ്മളെ വിട്ടുപോയിട്ട് 3-ാം നാൾ. മകൻ്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഉമ്മയും വാപ്പയും ആ കുടുംബത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു ആ മകൻ. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാത്ത ഒരു നിമിഷം. ഈ നോമ്പുമാസം സന്തോഷത്തോടെ ആ വീട്ടിൽ അവനും ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. നമ്മൾ അവരെ എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും അവർക്ക് നഷ്ടമായത് നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കുകയില്ല. അവരുടെ ആ വേദന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനും ഒരു വാപ്പയാണ്. നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഷഹബാസ് മോന് വേണ്ടി ദുആ ചെയ്യാനും ആ കുടുംബത്തിന് നീതി കിട്ടുവാനും ആ കുടുംബത്തിന് ഇതെല്ലാം ഉൾക്കൊണ്ട് വീണ്ടും ജീവിക്കാനുമുള്ള ക്ഷമയുണ്ടാവുവാനും വേണ്ടിയുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവനെക്കുറിച്ച് കുറച്ചുപേര് ഈ ലോകത്തു നിന്നും പറഞ്ഞയച്ചു. 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി പത്രത്തിലും നാട്ടിലും തൻ്റെ ചിത്രങ്ങൾ കണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണ് നിറയും. അവർ സന്തോഷിക്കുന്ന ആ ഒരു നിമിഷമായിരുന്നു ആ മകൻ സ്വപ്നം കണ്ടത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഈ അവസ്ഥയിൽ ആ കുടുംബത്തെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ? വാർത്തകളിൽ തന്നെ ആ വാപ്പയുടെയും മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോകും. മമ്മൂട്ടി പറയുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.